പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാൻ യാത്രക്കാർ കാലങ്ങളായി ഉപയോഗിച്ചിരുന്ന സഞ്ചാരപാത അടച്ചുകെട്ടിയ റെയിൽവേ അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധമുയരുന്നു. പുതുക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്തായി റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റാണ് റെയിൽവേ അധികൃതർ താഴിട്ട് പൂട്ടിയത്. കാലങ്ങളായി യാത്രക്കാർ ഉപയോഗിച്ചിരുന്ന പാതയാണിത്. ഇതിന് സമീപത്തായി വാഹനങ്ങൾ നിർത്തുന്നതിന് സൗകര്യവും ഓട്ടോ സ്റ്റാൻഡും ഉള്ളതിനാൽ ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്കും ലഗേജുകൾ കൊണ്ടുപോകുന്നതിനും മറ്റും ഏറെ സൗകര്യപ്രദമായ വഴിയാണ് അടച്ചുപൂട്ടിയത്. ഇതുവഴി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അകത്ത് കടക്കാൻ 24 പടികൾ കയറി ഇറങ്ങേണ്ടതുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ വീണ്ടും പടികളുണ്ട്. ഇതെല്ലാം ഒഴിവാക്കി ഭിന്നശേഷിക്കാർക്ക് എളുപ്പത്തിൽ പ്ലാറ്റ്ഫോമിൽ എത്താൻ കഴിയുന്ന പാത അടച്ചുകെട്ടിയത് പ്രതിഷേധാർഹമാണെന്ന് യാത്രക്കാർ ആരോപിക്കുന്നു. അതേസമയം ഇരുചക്ര വാഹനങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് അതിക്രമിച്ച് കയറുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ ഗേറ്റ് അടച്ചുപൂട്ടിയതെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. വൈകി എത്തുന്ന യാത്രക്കാരെ പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ ഇതുവഴി പലതവണ ഇരുചക്ര വാഹനങ്ങൾ അപകടകരമായി ഓടിച്ചു കയറ്റിയതാണ് ഈ വഴി നിയന്ത്രണം ഏർപ്പെടുത്താൻ കാരണം. യാത്രക്കാർക്ക് ആവശ്യമായ സമയങ്ങളിൽ ഗേറ്റ് തുറന്നു നൽകാൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് റെയിൽവേയുടെ ന്യായം. 2 പ്ലാറ്റ്ഫോമുകൾക്കിടയിലായി 4 ട്രാക്കുകളാണ് പുതുക്കാടുള്ളത്. ട്രാക്കുകൾ മുറിച്ചു കടക്കാൻ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ഇവിടെ അനിവാര്യമാണ്. പ്ലാറ്റ്ഫോമിന്റെ നീളക്കുറവും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. നിലവിൽ 11 കോച്ചുകളുടെ നീളമാണ് പ്ലാറ്റ്ഫോമിനുള്ളത്. 2 കോച്ചുകളുള്ള ട്രെയിൻ എത്തിയാൽ യാത്രക്കാർ ട്രാക്കിലേക്ക് നേരിട്ട് ഇറങ്ങേണ്ട അവസ്ഥയാണ്. ഇത് ഭിന്നശേഷിക്കാരടക്കമുള്ള യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഇങ്ങനെ ഇറങ്ങുന്ന യാത്രക്കാർക്ക് പ്രധാന പാതയിലേക്കും ഓട്ടോ സ്റ്റാൻഡിലേക്കും എത്താനുള്ള വഴിയാണ് റെയിൽവേ അധികൃതർ അടച്ചുപൂട്ടിയത്. അടച്ചുപൂട്ടിയ ഗേറ്റിന് സമീപത്താണ് ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഇവിടേക്ക് ഏറെ നടക്കേണ്ടതിനാൽ കൂടുതൽ ലഗേജുമായി എത്തുന്ന യാത്രക്കാർ തൃശ്ശൂരിൽ ഇറങ്ങേണ്ട സ്ഥിതിയാണ്. കാലങ്ങളായി ഉപയോഗിച്ചിരുന്ന വഴി അടച്ചുകെട്ടിയ നടപടി പുനഃപരിശോധിക്കണമെന്നും യാത്രക്കാർക്ക് സുഗമമായി പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാൻ സൗകര്യമൊരുക്കണമെന്നുമാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. ദിനംപ്രതി നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുന്ന ഈ ഗേറ്റ് അധികൃതർ അടച്ചുപൂട്ടിയിട്ട് കുറച്ച് മാസങ്ങളായി. കാലങ്ങളായി യാത്രക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു പാതയാണിത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഗേജുമായി ഒക്കെ എത്തുന്ന യാത്രക്കാർക്ക് പ്രധാന പാതയിലേക്ക് പ്രവേശിക്കുന്നതിനും ഒപ്പം ഓട്ടോ സ്റ്റാൻഡിലേക്ക് എത്തുന്നതിനും എളുപ്പമായ ഒരു വഴിയായിരുന്നു ഇത്. ഏതായാലും ഈ പാതയിലൂടെ പ്ലാറ്റ്ഫോമിലേക്ക് അനധികൃതമായി വാഹനങ്ങൾ ഓടിച്ചു കയറ്റി എന്നതിൻ്റെ പേരിലാണ് ഗേറ്റ് അടച്ചു പൂട്ടിയതെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. ഏതായാലും റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. രാത്രിയിലടക്കം എത്തുന്ന സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ പ്രധാന പാതയിലേക്കും ഓട്ടോ സ്റ്റാൻഡിലേക്കും എത്താൻ ഈ ഗേറ്റിന് തൊട്ടപ്പുറത്തുള്ള ഒരു ഇടുങ്ങിയ വഴിയാണ് തുറന്നു കിടക്കുന്ന കാനയ്ക്ക് മുകളിലൂടെയൊക്കെ കടന്നാണ് പ്രധാന പാതയിലേക്ക് കടക്കുന്നത്. ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഏതായാലും ഈ ഗേറ്റ് അടച്ചുപൂട്ടിയ നടപടി റെയിൽവേ അധികൃതർ പുനഃപരിശോധിക്കണമെന്നാണ് യാത്രക്കാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.